ചേച്ചി, എന്നെ കൊണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാനാണെങ്കിൽ ഇതൊക്കെ കിട്ടിയിട്ട് കുറെ കാലമായി. ഇനി എന്റെ കല്യാണത്തിന് വേണം ഒന്ന് കെട്ടാൻ. ഒന്ന് പോടപ്പാ, ഞാൻ ഈ കണക്ക് ശരിയാക്കാൻ കഷ്ടപ്പെടുക. അപ്പോൾ അവന്റെ തോരണം ദേ എബ്രാഹിം വരുന്നുണ്ട്. എന്നാടാ ഇവിടെ ഒരു ഒച്ചയും ബഹളവും? എന്റെ അബ്രാഹിം, ഈ തോരണം ഒന്ന് പിടിക്കാമോ? പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ ആനയുണ്ടായിരുന്ന കുടുംബത്തില്. മുതലാളിക്ക് കൊളസ്ട്രോൾ ഉണ്ടോ? ഞാൻ നോക്കിയില്ല. നോക്കണ്ട, ഇല്ലെങ്കിൽ ചമ്മു, പിന്നെ പൈസ നഷ്ടവും. എനിക്ക് കൊളസ്ട്രോൾ വരാൻ പാടാ. ഞാൻ താറാവിറച്ചിയാ തിന്നുന്നേ. ഈ താറാവിന് കൊളസ്ട്രോൾ ഇല്ല അല്ലേ? ഈ താറാവേ വെള്ളത്തിൽ 24 മണിക്കൂർ നീന്തുന്നതുകൊണ്ട് അതിന് വ്യായാമമുണ്ട്. അതുകൊണ്ട് അതിന് കൊളസ്ട്രോൾ വരില്ല. ആ, അത് ഞാൻ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ആ, ഇവൻ എന്റെ ക്ലാസ്സിലെ ഒരു പഠിപ്പിയായിരുന്നു. ഇതെവിടുന്നാ ഈ ശബ്ദം? ആ, അത് നമ്മുടെ പിള്ളേര് പെരുന്നാളിന് കൊട്ടാൻ പഠിക്കുന്നത്. ഏതായാലും സംഗതി കൊള്ളാം. നല്ല താളമുള്ള പിള്ളേരാ. മത്തായി, ഓർക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ പെരുന്നാളിന് അടിച്ച് പാമ്പായി ഓടെ കിടന്നപ്പോ ആരാ എടുത്തോണ്ട് പോയെന്ന് അറിയാലോ? ഞാനോ? അല്ല, ഞാൻ. നിന്നെ ഞാനല്ലേ ആ ഷമ്മിയുടെ ഓട്ടോയെ കയറ്റി വീട്ടിൽ വിട്ടത്? അതിന്റെ നന്ദി എനിക്കിപ്പോഴും ഉണ്ട്. അടിച്ച് ഫിറ്റായാണോ ഇരിക്കുന്നത്? ഞാൻ പച്ചയ്ക്കാം. പെരുന്നാളായതുകൊണ്ട് ചോദിച്ചു പോയതാ മത്തായി. ഞാൻ ബിവറേജിലേക്കാ പോകുന്നേ. ഷെയർ വല്ലതും തരാനുണ്ടോ? ഞാൻ അത്രക്കാരൻ നെഹിഹേ. ഇവൻ എന്താ ഈ പറയുന്നേ? ഷെയറോ? ഷെയർ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ സാധനമായി വരാം. അയ്യോ, എനിക്കിപ്പോ വേണ്ട. ചേട്ടൻ അന്നൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്തോ ദാനം ചെയ്യുന്ന കാര്യം. ഞാൻ എന്റെ കണ്ണ് ദാനം ചെയ്യാൻ തീരുമാനിച്ചു. കണ്ണോ? അതെന്തിനാ കണ്ണ് ദാനം ചെയ്യുന്നേ? അതിന് നന്നായി വർക്ക് ചെയ്യുന്ന വേറെ ഏതെങ്കിലും അവയവന് വേണ്ടേ? അതെ, ഈ പള്ളിപ്പെരുന്നാൾ നടക്കുമ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒച്ചയും ബഹളവും ഉണ്ടാക്കില്ല കേട്ടോ. ഈ മദ്യപാനികൾ എവിടെ കാലുകുത്തിയാലും അവിടെ നശിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ മദ്യപാനികൾ കാലുകുത്തിയിട്ട് എത്ര ബിവറേജാണോ നശിച്ചത്? കഴിഞ്ഞ തവണ ചാലക്കുടി ബിവറേജിന് ചിലവ് കൊണ്ടാണ് നമ്മുടെ സർക്കാർ പിടിച്ചു നിന്നത്. നീ ഇങ്ങനെയൊക്കെ പറയാതെ. നിനക്ക് നന്നാവാൻ ഞാനൊരു അവസരം തരാം. അതായത് ചെറിയൊരു ഉപദേശം തരാം. ആ, ഉപദേശിക്കേ. അങ്ങനെയെങ്കിലും ഞാൻ നന്നാവട്ടെ. അതായത് ഒരു കഴുതയുടെ മുമ്പിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെക്കുന്നു, ഒരു ഗ്ലാസ് മദ്യവും വെക്കുന്നു. ആദ്യം ആ കഴുത പച്ച വെള്ളമേ കുടിക്കും. അതുകൊണ്ടാ അതിനെ കഴുത എന്ന് വിളിക്കുന്നത്. എടാ, കഴുത എന്നല്ല, ഞാനാണെങ്കിലും പച്ച വെള്ളമേ കുടിക്കൂ. മരക്കഴുത. എബ്രാഹിം, നീ ഒന്ന് പോകുന്നുണ്ടോ? മത്തായി, നീ വേഗം പണി തീർത്തേ. നമ്മളില്ലേ, നിങ്ങളുടെ പണി നടക്കട്ടെ. മത്തായി, നീ ഒന്നിങ്ങോട്ട് വന്നേ. കണക്ക് പുസ്തകത്തിൽ നീ തന്ന ചിലവുകൾ എഴുതിയിരിക്കുന്നത് കണ്ടോ? കട്ടൻ ചായയും ബിസ്ക്കറ്റും 500 രൂപ. ഒരു നേരം ചായ കുടിക്കാനാണോ 500 രൂപ? അത് പിന്നെ പള്ളിയിലെ ഉറുമ്പുകൾക്കും കൂടെ ബിസ്ക്കറ്റ് പൊടിച്ചു കൊടുത്തു. അവരും ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ ജോണേട്ടാ. പാവങ്ങൾ ഈ പെരുന്നാൾ കാലത്ത് പട്ടിണി കിടക്കണോ? എന്റെ കർത്താവേ, ഈ കണക്കൊക്കെ ഞാൻ കമ്മിറ്റിയിൽ എങ്ങനെ അവതരിപ്പിക്കുവോ? ആ നോക്ക്, അവിടെ വെടിക്കെട്ട് സാധനങ്ങൾ ഇറക്കുന്നു. നീ പോയി അത് നനയാതെ നോക്ക്. വെടിക്കട്ടോ? കഴിഞ്ഞ വർഷം വെടിമരുന്ന് നീരി കൊളുത്തിയപ്പോൾ ഓടിപ്പോയി കിണറ്റ് വീണ ആളല്ലേ പറയുന്നേ. അത് പിന്നെ ഒരു തന്ത്രപരമായ പിൻവാങ്ങലായിരുന്നു. നീ അധികം സംസാരിക്കാതെ നിനക്ക് തന്നെ പണി ചെയ്യാൻ നോക്ക്. സാമൂഹ്യ മുതലാളി വരാൻ സമയമായി. പുള്ളി വന്നാൽ പിന്നെ ഇവിടെ ബഹളമാണ്. വരും. തറവാടിത്തരം വാരി വിതറാൻ സ്വർണ്ണ ലിപിയുമായി വരും. ഞാനിപ്പോ വരാവേ. പണ്ട് ഉരുവിടണ വീടുകളുണ്ട്, നിറമ്പത്ത് വെള്ളിത്തിങ്കൾ വിളക്കുമുണ്ട്. ജോണേട്ടാ, ഈ വെടിക്കെട്ട് ഇത്തവണ കുറച്ച് കടിപ്പിക്കണം. കഴിഞ്ഞ തവണ
വെടിപൊട്ടിയപ്പോൾ അയൽവക്കത്തെ കുര്യന്റെ പശു പേടിച്ച് പ്രസവിച്ചെന്ന് കേട്ടത്. നീ തന്നെ ഏൽപ്പിച്ച പണി നോക്കടാ മത്തായി. ആയിക്കോട്ടെ, ഈ തോരണം ഇച്ചിരിയുടെ ഉയർത്തിക്കെട്ടണോ അതോ വരുന്നവർക്ക് തട്ടി വീഴാൻ പാകത്തിന് താഴ്ത്തിക്കെട്ടണോ? നീ ഒന്നും മിണ്ടാണ്ടിരുന്ന് പണിയെടുക്കുന്നുണ്ടോ? പെരുന്നാളിങ്ങെത്തി, അപ്പോഴാണ് അവന്റെ സംശയങ്ങളുമായി വന്നേക്കുന്നത്. അല്ല, വെടിക്കെട്ട് നടക്കുമ്പോൾ തോരണമൊക്കെ കരിഞ്ഞു പോകില്ലേ എന്നൊരു ഡൗട്ട്. കഴിഞ്ഞ തവണ വെടിക്കെട്ട് കണ്ടപ്പോൾ സാമൂൽ മുതലാളിയുടെ മീശ കരിഞ്ഞു പോയത് ഓർമ്മയുണ്ടല്ലോ. പുള്ളി പിന്നെ ഒരു മാസത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒന്ന് പതുക്കെ പറയടാ. ദിയാ സാമൂൽ മുതലാളി ഇങ്ങോട്ട് വരുന്നുണ്ട്. ജോണെ, ഈ വർഷത്തെ പെരുന്നാളിന് ആകാശം കാണാത്തത്ര അമിട്ടുകൾ പൊട്ടണം. നോട്ടീസിൽ മുഖ്യ രക്ഷാധികാരിയായി ചിറക്കൽ സാമുവൽ എന്ന് തന്നെ അടിക്കണം. സ്വർണ്ണ ലിപിയിൽ തന്നെ ആയിക്കോട്ടെ. പണം ഞാൻ നോക്കിക്കൊള്ളാം. സ്വർണ്ണ ലിപിയിൽ എഴുതിയാലും സ്വർഗത്തിൽ കയറാൻ പറ്റുമോ എന്തോ. നീ എന്തേലും പറഞ്ഞായിരുന്നോടാ മത്തായി? ഞാനതങ്ങ് കേട്ടില്ല. അല്ല, ഈ വെടിക്കെട്ട് ആനപ്പുറത്ത് വേണോ അതോ റോക്കറ്റ് മതിയോ എന്ന് ചോദിച്ചതാ സാമൂൽ ചേട്ടാ. വലുതായി എഴുതിയാൽ മാത്രം പോരാ, നോട്ടീസിന്റെ 4 സൈഡിലും ചേട്ടന്റെ ഫോട്ടോ വെക്കണം. കാണുന്നവർ വിചാരിക്കട്ടെ ഇത് സാമുവലിന്റെ സ്വന്തം പെരുന്നാളാണെന്ന്. എന്നിട്ട് നടുക്കൊരു റീത്തും കൂടെ വെച്ചാൽ സംഗതി ഉഷാറായി. അതൊക്കെ റെഡിയാക്കാം സാമുവൽ ചേട്ടാ. സ്റ്റീഫന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. അവന്റെ പറമ്പിന്റെ അതിര് പള്ളി പ്രമാണത്തിൽ കാണിക്കുന്നതിനേക്കാൾ 2 അടി ഉള്ളിലാണെന്നാണ് അവൻ ആധാരമൊക്കെ കാണിച്ച് പറയുന്നത്. അതുകൊണ്ട് ആ തെങ്ങ് വെട്ടാൻ അവൻ സമ്മതിക്കുന്നില്ല. അത് വെട്ടാതെ നമ്മളെങ്ങനെ കമാനം പണിയും? ആധാരമോ? ആ പിച്ചക്കാരന്റെ കയ്യിൽ എന്ത് ആധാരം? അവന്റെ പുരയിടം എന്റെ മുത്തശ്ശന്മാർ അവന് ദാനമായി കൊടുത്തതാണ്. അത് തിരിച്ചു ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാനത് ചോദിക്കാത്തത് എന്റെ മര്യാദ. അവനോട് പറഞ്ഞേ വായടച്ചിരുന്നില്ലെങ്കിൽ അവൻ ഈ നാട്ടിൽ കാണില്ല എന്ന്. എന്റെ തറവാടിത്തം അവൻ അറിയില്ല. അതെ, ഞങ്ങളുടെ തറവാടിത്തം അറിയാം. നിങ്ങളുടെ വല്യപ്പന് ആനയുണ്ടായിരുന്ന കഥയും അറിയാം. അതിനിയും പറയണ്ട, കൊറേ കേട്ടതാ. ആ ചിന്തയുണ്ടായാ മതി. പതിയെ പറ. ഈ പള്ളിമുറ്റത്തെ മണ്ണ് എല്ലാവർക്കും ഒരേപോലെയാണെന്ന അച്ഛൻ പറയുന്നത്. നീ നിന്റെ പണി നോക്കണം മത്തായി. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല അച്ഛന്മാരെ കാണുന്നത്. സാമുവലെ, പള്ളിക്കാരത്തിൽ പണത്തേക്കാൾ പ്രധാനം സമാധാനമാണ്. വെടിക്കെട്ടിന്റെ ശബ്ദത്തെക്കാൾ ദൈവത്തിന് ഇഷ്ടം പാവപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ്. ആ പാവപ്പെട്ടന്റെ ഭൂമിയിൽ കണ്ണു വെക്കുന്നത് നീ പറഞ്ഞ തറവാടിത്തത്തിന് ചേർന്നതാണോ? ആ 2 അടി മണ്ണിലല്ല നിന്റെ സ്വർഗം ഇരിക്കേണ്ടത്. മണ്ണല്ല, മനുഷ്യന്റെ മനസ്സാണ് വലുത്. അച്ഛൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇത് കുടുംബ മഹിമയുടെ പ്രശ്നമാണ്. എടി അറിയാമേ, ഒരു ഗ്ലാസ് വെള്ളം. ദാഹം കൊണ്ട് എന്റെ തൊണ്ട പറ്റുന്നു. ഈ കള്ളുകൂടി നിർത്തിക്കൂടി? ഈ കള്ളോട് നിർത്തിയാ എനിക്ക് ഗുണമുണ്ടാവും, പക്ഷേ ഈ നാട്ടിലെ ശാപ്പുകാര് പട്ടിണിയാവും. നിനക്കറിയോ, ഈ നാട്ടിലെ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് തന്നെ ഞങ്ങളാ. ഇവരെല്ലാം വിഷമിപ്പിച്ച അത് പാവമല്ലേ? നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. വീട് കുടിച്ചോറാന്ന് ആരും കാണുന്നില്ലല്ലോ. എനിക്കിപ്പോഴത്തെ ബൈക്ക് പോരാ, പുതിയ സൂപ്പർ ബൈക്ക് വേണം. ഡാഡി എവിടെ? ടോമി, നിനക്ക് എന്താ പറ്റിയേ? നിന്റെ ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. സ്റ്റീഫന്റെ മകൻ ബെന്നി 10ാം ക്ലാസ്സിൽ 1ാമനാ. നീയാണെങ്കിൽ? അവനെ എന്റെ കൂലിപ്പണിക്കാരനാകാനുള്ളതാ. എന്നെ അവനുമായി താരതമ്യം ചെയ്യരുത്. എനിക്ക് കാശ് വേണം, അത്ര തന്നെ. എടാ മോനെ, വണ്ടി പതുക്കെ ഓടിക്കണം. സ്പീഡ് കൂടിയാൽ പിന്നെ നിനക്ക് ഫോട്ടോയിൽ മാത്രമേ സമാധാനമായി ഇരിക്കാൻ പറ്റൂ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് വണ്ടി മാറ്റണം, കാശ് വേണം, അല്ലെങ്കിൽ ഞാൻ അപ്പന്റെ അലമാര വിളിക്കും. ടോമി, നീ സമാധാനപ്പെട്. ഈ വീട്ടിൽ സ്കോച്ചുണ്ട്, പക്ഷെ സമാധാനമില്ല. നിനക്ക് ബൈക്ക് എന്തിനാ? നമുക്ക് വിമാനം വാങ്ങാടാ. എന്നിട്ട് അതിന്റെ മുകളിലിരുന്ന് നമുക്ക് പെരുന്നാൾ കാണാം. കൊള്ളാം, എല്ലാരും കൂടി ഈ വീട് കുളം തോട്ടു. മത്തായി, ഈ റോഡ് എന്തിനാ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു കിടക്കുന്നത്? ഒന്ന് ശരിയാക്കാൻ പള്ളിക്കാരോട് പറഞ്ഞോളെ. റോഡ് നേരെയാണ് ചേട്ടാ, ചേട്ടന്റെ നോട്ടമാണ് വളഞ്ഞു പോകുന്നത്. അയ്യോ, അത് സ്റ്റീഫന്റെ മകൻ ബെന്നിയല്ലേ? ആ ബൈക്ക് ഓടിച്ചത് ടോമിയാണല്ലോ. അയ്യോ, എന്റെ ടോമി, അവൻ നിർത്താതെ പോയല്ലോ. എന്റെ ഈശോയെ, പെണ്ണി മോനെ, ഒന്ന് കണ്ണു തുറക്കടാ. രക്തം. സ്റ്റീഫൻ ചേട്ടാ, എന്റെ കുഞ്ഞിനെ നോക്കിയേ. എന്റെ കർത്താവേ, എന്റെ കുഞ്ഞൊന്നും വരുത്തരുതേ. പുണ്യാളെ കാത്തോണം. സാമുവൽ ചേട്ടൻ,
എന്റെ കുഞ്ഞിനെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണേ. എന്റെ മോൻ മരിക്കാറായി. ഞാൻ കാല് പിടിക്കാം. സ്റ്റീഫ, എനിക്കിപ്പോ വണ്ടി എടുക്കാൻ കഴിയത്തില്ല. കാര്യം പറയാലോ, ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി വണ്ടി കഴുകി വെച്ചേക്കുവാ. വണ്ടിയിൽ രക്തമായ ഞാൻ എങ്ങനെ പോകും? അതുകൊണ്ടോ? മനുഷ്യന്റെ ജീവനേക്കാൾ വലുതാണോ നിങ്ങൾക്ക് വണ്ടി? സ്റ്റീഫ, എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോ വണ്ടി എടുക്കാൻ കഴിയത്തില്ല. അത്ര നിർബന്ധമാണെങ്കിൽ ഇനി വല്ല ആംബുലൻസും വിളിക്ക്. മാറങ്ങോട്ടെ, എനിക്കിപ്പം പോണം. കല്ലുപോലുള്ള ഹൃദയമായി നീ എങ്ങോട്ടാണ് പോകുന്നത് സാമുവലെ? ഈ കുഞ്ഞിന് വല്ലതും സംഭവിച്ചാൽ നിന്റെ പണത്തിന് നിന്നെ രക്ഷിക്കാനാവില്ല. ഒരു ജീവൻ ഇവിടെ കടന്ന് പടയുമ്പോഴാണോ നിന്റെ വണ്ടിയുടെ സീറ്റ് കവർ നോക്കുന്നത്? സ്റ്റീഫ, കുഞ്ഞിനെ എടുക്ക്, എന്റെ ജീപ്പിൽ പോകാം. മത്തായി, എനിക്ക് പേടിയാവുന്നു. ടോമി ചെയ്തത് വലിയ തെറ്റായിപ്പോയി. പണം കൊണ്ട് ആ തെറ്റ് മറക്കാൻ പറ്റില്ലല്ലോ. സ്റ്റീഫ, ഇടിച്ചിട്ട് പോയ വണ്ടിയുടെ നമ്പർ ഞങ്ങൾക്ക് കിട്ടി. അത് ഈ സാമൽ സാറിന്റെ മകൻ ടോമിയുടേതാണ്. ഇവൻ മനഃപൂർവ്വം കുട്ടിയെ രക്ഷിക്കാതെ വണ്ടി ഓടിച്ചു പോയതാണ്. കണ്ടോ, നിങ്ങൾ അഹങ്കരിച്ച പണവും വണ്ടിയും ഇന്ന് ആരെയൊന്നും തകർത്തത് നിങ്ങൾ കണ്ടോ? നമ്മുടെ മകൻ ഒരു കൊലപാതകയാവേണ്ടതായിരുന്നു. എന്റെ ടോമിയോ, ഞാൻ ഇത്രയും കാലം എന്റെ പണത്തിനെ കുറിച്ചും എന്റെ കുടുംബ മഹിമയെക്കുറിച്ചും തറവാടത്തെക്കുറിച്ചും എല്ലാവരോടും ഞാൻ പറഞ്ഞു നടന്നു. പക്ഷേ എന്റെ മകൻ വഴിതെറ്റിപ്പോയതും ഒരു കൊലയാളിയായതും ഞാൻ അറിഞ്ഞില്ല. ഞാൻ കുറച്ചും കൂടെ അവനെ നോക്കേണ്ടതായിരുന്നു. ചേട്ടാ, നമ്മൾ കുടിക്കുന്ന കള്ളാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഇത്രയും വിഷം പാടില്ലായിരുന്നു. ആ പാവത്തിന്റെ മണ്ണും മകനും ഇന്ന് നമ്മുടെ അഹങ്കാരത്തിനിരയായി. ബെന്നിക്ക് ബോധം വന്നു. അവൻ അപകടനില തരണം ചെയ്തു. പക്ഷെ സാമുവലെ, നിങ്ങൾ തോറ്റുപോയിരിക്കുന്നു. സ്റ്റീഫ, എന്നോട് ക്ഷമിക്ക്. എന്റെ മകനാ നിന്റെ മകനെ കൊല്ലാൻ നോക്കിയത്. ഞാൻ ഇത്രയും കാലം അഹങ്കരിച്ചതെല്ലാം വെറുതെയായി. ഈ പണമൊന്നും എനിക്ക് സന്തോഷം നൽകുന്നില്ല സ്റ്റീഫ. സാമുവൽ ചേട്ടാ, എന്റെ മകൻ ജീവിതത്തിലേക്ക് തിരികെ വന്നല്ലോ, എനിക്കത് മതി. വൈരാഗ്യം കൊണ്ട് നമ്മൾ എന്ത് നേടാനാണ്? നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്ക് തെറ്റുപറ്റാം, സ്വാഭാവികം. സാമുവലെ, മുറിവേറ്റ ഹൃദയങ്ങളെക്കാൾ വലിയ സ്വത്തൊന്നും ഈ ലോകത്തിലടാ. മരിച്ചെന്ന് കരുതിയ വിവേകം നിനക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹിക്കാനാണ്, വെറുക്കാനല്ല. മുടിയനായ പുത്രനെ പോലെ തിരികെ വരാൻ ഇനിയും വൈകിട്ടില്ല. ടോമിയെ നമുക്ക് ശരിയാക്കാടാ, ഞങ്ങളൊക്കെ ഇല്ലേ? തറവാടിന്റെ മഹിമയിലല്ല, മനുഷ്യ മനസ്സിന്റെ നന്മയിലാണ്. ആകാശത്തോളം ഉയരത്തിൽ പൊട്ടിത്തെറിക്കുന്ന വെടിക്കെട്ടിനേക്കാൾ വലിയതാണ് സഹജീവിയോടുള്ള സ്നേഹമെന്ന പ്രാർത്ഥന. മനുഷ്യൻ വെച്ചുകെട്ടുന്ന ആഡംബരത്തിന്റെ തോരണത്തേക്കാൾ മൂല്യമുള്ളത് സ്നേഹത്തിന്റെ ഹൃദയബന്ധങ്ങൾക്കാണ്. പണമല്ല, പകരം ആപത്തിൽ തുണയാകുന്ന കരുണയാണ് മനുഷ്യന്റെ യഥാർത്ഥ സ്വത്ത്. കല്ലുപോലെയുള്ള ഹൃദയങ്ങളിൽ ദൈവത്തിന് വസിക്കാനാവില്ല. സ്വർണ്ണ ലിപികളിൽ എഴുതിയ നോട്ടീസുകളല്ല, എളിയവന്റെ കണ്ണീരൊപ്പുന്ന പ്രവൃത്തികളാണ് യഥാർത്ഥ പെരുന്നാൾ കാഴ്ചകൾ.